പൈതൃകങ്ങളുടെ കഥ പറയുന്ന കടലുണ്ടി പുഴയോരത്തെ മൃദുമന്ദഹാസത്തിന്റെ പേര് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സാമുദായിക സംഘർഷങ്ങളുടെ തീപ്പൊരി വീഴുന്നിടത്തെല്ലാം ഓടിയെത്തി സൗഹൃദ കേരളത്തിന് വേണ്ടിയുള്ള നിലപാടുകളിൽ ഉറച്ചുനിന്ന് പ്രതിസന്ധികളിൽ പതറാതെ കേരളീയ സമൂഹത്തിന് നേതൃത്വം നൽകിയവരാണ് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ സയ്യിദുമാർ. കാരിരുമ്പിന്റെ കരുത്തും പനിനീരിന്റെ വിശുദ്ധിയുമുള്ള ആ പരമ്പരയിലെ ഉജ്ജ്വലമായ നേതൃത്വം സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മതസാഹോദര്യത്തിന്റെ മഹിത പാരമ്പര്യമുള്ള കേരളത്തെ വർഗീയവാദികൾക്ക് എറിഞ്ഞുകൊടുക്കില്ലെന്ന് പ്രഖ്യാപിച്ച് കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും സുഹൃത്ത് സംഗമങ്ങൾ സംഘടിപ്പിച്ച് സമാനതകളില്ലാത്ത സാംസ്കാരിക സമന്വയത്തിന്റെ ചരിത്രം തീർത്ത സാദിഖ് അലി ശിഹാബ് തങ്ങൾ സമൂഹത്തിൽ ശത്രുതയും വൈരവും വളർത്താൻ പണിപ്പെടുന്നവർക്ക് ഒരു നറുപുഞ്ചിരിയോടെ സൗഹൃദത്തിന്റെ മഹത്വം പകർന്നുകൊടുക്കുന്ന നേതാവ്. ഇന്ത്യയിലെ സാമുദായിക ഐക്യത്തിന്റെ പ്രതീകമെന്ന് പരിശുദ്ധ ഹറം ഇമാം അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽ ബുഐജാൻ വിശേഷിപ്പിച്ച നേതാവ്. മുനമ്പം പ്രശ്നമടക്കം സ്പർദ്ധയുടെ കൊള്ളിയാനുകൾ മിന്നുന്ന കേരള ഭൂമികയിൽ മതമേലധ്യക്ഷന്മാരെ ഒന്നിച്ചിരുത്തി സമാധാനത്തിന്റെ സന്ദേശം പകരുന്ന നായകൻ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരള സംസ്ഥാന കമ്മിറ്റിയുടെ അനിഷേധ്യനായ അധ്യക്ഷൻ. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ദുബായ് KMCCയുടെ പ്രൗഢമായ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു. ദുബായിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിനു വേണ്ടി പ്രിയപ്പെട്ട തങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. Ladies and gentlemen, join me in inviting respected Panakkad Sayyid Sadiq Ali Shihab Tangal, President IUML Kerala State, to inaugurate Eid al-Ittihad celebrations of Dubai KMCC. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇവിടെ മഹനീയമായിട്ടുള്ള ഈദുൽ ഇത്തിഹാദ് ചടങ്ങിന് അതിനാവേശം പകരുന്നതിന് വേണ്ടി നിരവധി പ്രമുഖന്മാർ ഇവിടെ സന്നിധിയിലായിരിക്കുകയാണ്. സംഘാടകരിൽ പ്രമുഖൻ യഹിയ തളങ്കര അവർ, അൻവർ അമീൻ, അതുപോലെ തന്നെ ഇവിടെ മുഖ്യ അതിഥിയായി സംബന്ധിക്കുന്ന യൂസഫ് അലി സാഹിബ് MA അവർ, മിസ്റ്റർ മുഹമ്മദ് അൽ മെഹരി അവർ, കുഞ്ഞാബി സാഹിബ് അവർ, ഇവിടെ പ്രസംഗിച്ചു പോയ പ്രിയപ്പെട്ട കോൺസൽ ജനറൽ ഇന്ത്യ സതീഷ് കുമാർ ശിവാൻ, PMA സലാം സാഹിബ്, ഷംസുദ്ദീൻ ബിൻ മുഹദ്ദീൻ, PK ഇസ്മായിൽ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയ സഹോദരി സഹോദരന്മാർ, ആദ്യമായി UAE-യുടെ 53ാം ദേശീയ ദിനത്തിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ ആശംസകൾ നേരുകയാണ്. നമ്മളെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. UAE-യുടെ ദേശീയ ദിനം എന്നുള്ളത് ഇവിടെ കൂടിയ ഓരോ പ്രവാസിയും സ്വന്തം ജന്മനാടിൻ്റെ ദേശീയ ദിനമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് എന്ന് നമുക്കറിയാം. നേരത്തെ ഇവിടെ നമ്മുടെ കോൺസൽ ജനറൽ സൂചിപ്പിച്ചതുപോലെ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന നമ്മൾ, ആ ജീവിക്കുന്ന രാജ്യത്തെ നമ്മൾ അതിയായി സ്നേഹിക്കുന്നു, മനസ്സിലാക്കുന്നു. UAE-യെക്കുറിച്ച് പ്രത്യേകമായി എപ്പോഴും നമ്മൾ പറയാറുള്ളത് അത് നമ്മുടെ ഒരു പോറ്റുമ്മ നാട് എന്നുള്ളതാണല്ലോ. ജന്മനാട്ടിൽ നിന്നും ജീവിതായോധനത്തിന് വേണ്ടി ഇങ്ങോട്ട് കടന്നു വന്നു. ഈ രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അഹോരാത്രം നമ്മളെല്ലാവരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ചൂടും വെയിലും
തണുപ്പും മഞ്ഞും ഇതെല്ലാം തന്നെ നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ പോറ്റുമ നാട് എന്ന് വിശേഷിപ്പിക്കുന്ന UAE കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയാണ്. UAE ഭരണാധികാരികളും അത് മനസ്സിലാക്കുന്നു. അവരും ഇന്ത്യക്കാരെ വളരെയേറെ സ്നേഹിക്കുന്നു എന്നുള്ളതാണല്ലോ നമ്മുടെ അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം നാടിൻ്റെ ജന്മദിനം പോലെ തന്നെയാണ് UAEയുടെ ജന്മദിനത്തെയും നമ്മൾ മനസ്സിലാക്കുന്നത്. 53 വർഷങ്ങൾക്ക് മുമ്പ് വിവിധ നാട്ടുരാജ്യങ്ങളായി വിവിധ ഗോത്രങ്ങളുടെ കീഴിൽ നിലനിന്നിരുന്ന ദേശങ്ങളെ മഹാനായ UAEയുടെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സാഹിദ് ബിൻ സുൽത്താൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു രാജ്യമായി അവർ ഒരുമിക്കുകയും ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു നാടായി ഇത് വളരുകയും ചെയ്തിരിക്കുകയാണ്. സുൽത്താൻ ഷെയ്ഖ് സായിദിനോടൊപ്പം അതുപോലെ തന്നെ ദുബായിയുടെ ഭരണാധികാരി ശ്രീ റാഷിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളുമെല്ലാം ഒറ്റക്കെട്ടായി ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇന്ന് UAEയുടെ വളർച്ച അതിവേഗമാണ്. ഏതാനും വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ ലോകത്തെ ബഹിരാകാശ സാങ്കേതിക മേഖലയിൽ UAEയുടെ കാൽവെപ്പ് നമുക്ക് കാണുവാൻ കഴിയും. നൂറ അൽ മത്രൂഷി എന്ന വനിത നാസയുടെ കീഴിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുകയാണ്. അതിവിദൂരമില്ലാത്തൊരു ഭാവിയിൽ ബഹിരാകാശ സഞ്ചാരത്തിന് വേണ്ടി അവർ തയ്യാറാകുമ്പോൾ അത് UAEയുടെ ശാസ്ത്ര സാങ്കേതിക അതുപോലെ തന്നെ AI മേഖലയിലുള്ള വളർച്ചയെയാണ് അതെല്ലാം കാണിക്കുന്നത്. ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴും UAE മനുഷ്യ സ്നേഹത്തെ കൈവിടുന്നില്ല എന്നുള്ളത് കൂടി പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. UAEയുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം എന്നുള്ളത് അതുതന്നെയാണ്. സമാധാനവും സഹിഷ്ണുതയുമാണ് UAE മുന്നോട്ട് വെക്കുന്നത്. ലോകരാജ്യങ്ങളിൽ പലപ്പോഴും അസമാധാനത്തിൻ്റെയും ഏറ്റുമുട്ടലിൻ്റെയും ഒക്കെ ചേരിയിലേക്ക് നീങ്ങുമ്പോഴും പലപ്പോഴും അപ്പോഴൊക്കെ തന്നെ UAE സമാധാനത്തിൻ്റെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്നു. പ്രശ്നബാധിത പ്രദേശങ്ങളിലേക്ക് UAE ആയുധങ്ങളുമായിട്ടല്ല കടന്നു ചെല്ലുന്നത്, മറിച്ച് അവിടെ ആ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ ഇരകളായവർക്ക് ഭക്ഷണമായും സുരക്ഷിതത്വം ഒരുക്കിയുമാണ് അവിടെ UAE കടന്നെത്താറുള്ളത്. ഗസയിലാകട്ടെ അതുപോലെ തന്നെ ലോകത്ത് മറ്റേതെങ്കിലും ഭാഗങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളുണ്ടാകുമ്പോഴാകട്ടെ അവിടെയെല്ലാം UAE കടന്നു ചെല്ലുന്നു അവർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്നതിന്. അങ്ങനെ സമാധാനവും സഹിഷ്ണുതയുമാണ്. ലോകത്ത് സഹിഷ്ണുതയുടെ മന്ത്രാലയം മിനിസ്ട്രി ഓഫ് ഹാപ്പിനെസ് അത് ഏറ്റവും നല്ല നിലക്ക് പ്രവർത്തിക്കുന്ന വളരെ ക്രിയാത്മകമായ രീതിയിൽ ക്രിയേറ്റീവായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യം, മിനിസ്ട്രി ഓഫ് ഹാപ്പിനെസ് ഉള്ള രാജ്യമാണ് UAE എന്ന് പറയുമ്പോൾ അതിൽ നമുക്കൊക്കെ തന്നെ ഏറെ സന്തോഷവും അഭിമാനവുമുണ്ട്. UAEയുടെ ആ രീതിയിലുള്ള ഐക്യത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സ്വന്തം രാജ്യത്ത് മിനിസ്ട്രി ഓഫ് ഹാപ്പിനെസ് നിലവിൽ വന്നെങ്കിൽ എന്ന് നമ്മളൊക്കെ ആശിച്ചു പോവുകയാണ്. അത്രമാത്രം ആധുനിക കാലഘട്ടത്തിൽ ഭരണരംഗത്ത് മാതൃകയാകുവാൻ UAEക്ക് സാധിച്ചിട്ടുണ്ട്. ആ UAEയുടെ വളർച്ചയോടൊപ്പം തന്നെ KMCCയും പങ്കുചേരുന്നു എന്നുള്ളതിൽ നമുക്ക് ഏറെ അഭിമാനവും സന്തോഷവുമുണ്ട്. നേരത്തെ ഇവിടെ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ കോവിഡ് ആ ദുരന്തം സംഭവിച്ച വേളയിൽ അവിടെ ഈ നാട്ടുകാർക്ക് സമാധാനവും ആശ്വാസവും സുരക്ഷിതത്വവും ഉണ്ടാക്കുന്നതിന് വേണ്ടി UAEയിലെ KMCC പ്രവർത്തകർ നടത്തിയ അക്ഷീണ പ്രയത്നം അത് UAE ഭരണാധികാരികളുടെയും പിന്തുണയും പ്രശംസക്കും വിധേയമായി എന്നുള്ളതിലും നമുക്കേറെ സന്തോഷമുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ ആഘോഷിക്കുന്ന ഇത്തിഹാദിൻ്റെ ഈ മധുരതരമായിട്ടുള്ള ഈ അവസരത്തിൽ ഈദുൽ ഇത്ഹാൽ ഇവിടുത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ UAE പറയുന്നതും അത് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളെ മറക്കരുത്. ഇനി നമുക്ക് ഒരുപാട് സഞ്ചരിക്കാനുണ്ട് എന്നാണ് UAEയുടെ ഭരണാധികാരികൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്.
UAE നേടിയിട്ടുള്ള നേട്ടങ്ങൾ 53 വർഷം കൊണ്ട് ഒരു രാജ്യം നേടിയ നേട്ടങ്ങൾ സ്വപ്നതുല്യമാണ്. ഒരുപക്ഷെ ലോകത്ത് മറ്റൊരു രാജ്യത്തിനും ഇത്ര കുറഞ്ഞ കാലം കൊണ്ട് UAE നേടിയെടുത്തതുപോലെയുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആ നേട്ടങ്ങൾക്കെല്ലാം മുമ്പിലും വിനയാന്വിതമായിട്ടാണ് UAEയുടെ ഭരണാധികാരികൾ ഇപ്പോഴും നിലകൊള്ളാറുള്ളത്. അവരിപ്പോഴും പ്രവർത്തന നിരതരാണ്. വരുന്ന 50 വർഷത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 53 വർഷത്തെ കാര്യത്ത് നേടിയ നേട്ടങ്ങളിൽ സംതൃപ്തി അടഞ്ഞുകൊണ്ട് അടങ്ങിയിരിക്കുകയല്ല, മറിച്ച് ഇനി വരാനിരിക്കുന്ന 50 വർഷം, ആ 50 വർഷങ്ങളിൽ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്ന കാര്യമാണ് അവരിപ്പോൾ വളരെയേറെ പ്രാവർത്തികമായി കൊണ്ടിരിക്കുകയാണ്. ആ ചിന്തകൾ എന്നോ അവർ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് പ്രാവർത്തികമായിക്കൊണ്ട് വരുന്ന 50 വർഷക്കാലത്തെ നേട്ടങ്ങളിലേക്കാണ് ഇപ്പോൾ UAE സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എല്ലാ ലോക രാജ്യങ്ങൾക്കും മാതൃകയായ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാജ്യം നമ്മുടെ രണ്ടാം രാജ്യം. ആ രാജ്യത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളിലും നമ്മൾ പങ്കുചേരുന്നു. UAEയുടെ ദുഃഖങ്ങളിൽ നമ്മൾ പങ്കുചേരുന്നുണ്ട്. കോവിഡ് വേളയിൽ അതാണല്ലോ. UAEയുടെ ദുഃഖങ്ങളിൽ നമ്മൾ പങ്കുചേർന്നു, UAEയുടെ സന്തോഷങ്ങളിലും നമ്മൾ പങ്കുചേരുകയാണ്. ഈ രീതിയിൽ തന്നെ നമുക്ക് ഇനിയും മുന്നോട്ട് പോകണം. നമ്മുടെ ഈ രാജ്യം നമുക്ക് നൽകിയിട്ടുള്ള അത്ര വലിയ സേവനങ്ങൾ നമുക്കറിയാലോ. കേരളം ദാരിദ്ര്യത്തിൻ്റെ പിടിയിൽ നിന്നും കേരളത്തിന് മോചനം നേടുവാൻ സാധിച്ചിട്ടുള്ളത് അറബ് രാജ്യങ്ങളിലൂടെയാണ്. അറബ് സഞ്ചാരവും അറബ് കച്ചവട കാര്യങ്ങളുമൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ പുതിയ കാലത്ത് പുതിയ നൂറ്റാണ്ടിലും 200 രാജ്യങ്ങളിലെ ജനങ്ങളുടെ വിശപ്പ് മാറ്റുവാൻ UAEക്ക് സാധിക്കുന്നുണ്ട്. ലോകത്തൊരു പക്ഷേ ഒരുപാട് രാജ്യങ്ങളുണ്ടാവും. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടനുണ്ട്, അമേരിക്കയുണ്ട്, മറ്റ് ഒരുപാട് വികസിത രാജ്യങ്ങളുണ്ട്. പക്ഷെ അവിടെയൊന്നും UAEയിലെ പോലെ ലോകത്തെ 200 രാജ്യങ്ങളിലെയും പ്രതിനിധികളെ നമുക്ക് കാണുവാൻ കഴിയുകയില്ല. ലോകത്തെ 200 രാജ്യങ്ങളിലെ ജനങ്ങളുടെ പട്ടിണി മാറ്റുവാൻ കഴിയുന്ന ഏക രാജ്യമാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നുള്ളത് തന്നെയാണ് UAEയുടെ എക്കാലത്തെയും പ്രാധാന്യവും പ്രത്യേകതയും. നമ്മുടെ രാജ്യവും നമുക്കറിയാം, നമ്മുടെ മലബാർ, നമ്മുടെ കേരളം, ആ കേരളം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് 35 ലക്ഷത്തോളം പ്രവാസികൾ UAEയിൽ ജീവിക്കുന്നുണ്ട്. അവരാരും അസംതൃപ്തരല്ല എന്നുള്ളതാണ്. അവരെല്ലാം തൃപ്തരാണ്. നമ്മുടെ നാട്ടിലെ ഭരണാധികാരികളെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നുവോ അതേ മനോഭാവത്തോടെ തന്നെ നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യത്തെ ഭരണാധികാരികളെയും നമ്മൾ സ്നേഹിക്കുകയാണ്. അവരുടെ മനുഷ്യത്വത്തെയും സാഹോദര്യത്തെയും നമ്മളേറെ മനസ്സിലാക്കുന്നു. UAEയിൽ ജീവിക്കുന്ന നിങ്ങളോട് ഞാനത് പറയേണ്ട കാര്യമില്ല. നിങ്ങളത് നിരന്തരം വീക്ഷിക്കുന്നവരാണ്. ഇവിടുത്തെ ഭരണാധികാരികൾ, ദുബായ് ഭരണാധികാരിയാകട്ടെ, ദേശീയ ഭരണാധികാരികളാകട്ടെ, അവരൊക്കെ ജനങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നിസ്സീമമായിട്ടുള്ള സേവനങ്ങൾ, അതിൽ നമ്മളും വളരെയേറെ അഭിമാനിക്കുന്നു, ആദരവ് പ്രകടിപ്പിക്കുന്നു. ആ രാജ്യത്തോട് നമ്മുടെ സ്നേഹം ഇനിയും നമ്മൾ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. UAE കെട്ടിപ്പടുക്കുന്ന കാര്യത്തിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ചെയ്തതുപോലെയുള്ള ആ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് തുടർന്നും നടത്തുവാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തയ്യാറാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ച് നിർവഹിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Thank you, sir. May I request you to please remain on the stage, sir. Dubai KMCC honoring Janab Panakkad Sayyid Sadiq Ali Shihab Tangal on the occasion of Eid al-Ittihad. May I request respected Shamsuddin bin Muhyiddin, sir, to do the felicitation. Requesting Dr. Anwar Amin Chalat, sir, respected Yahya Talangara, sir, Mr. PK Ismail, sir, Mr. CK Majid, Mr. Ibrahim Murichandi, Mr. OK Ibrahim, Mr. Ismail Eramala, and Riaz Cheleri to the dais, please. Janab Panakkad Sayyid Sadiq Ali Shihab Tangal for gracing this occasion. Thank you, dignitaries.